അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് നവരസേൻ്റെ ഓണാണ്. ഞങ്ങൾ ലേറ്റായിപ്പോയി. ഞങ്ങൾ ഒരുപാട് ലേറ്റായിപ്പോയി എന്ന് പറയണം. കാരണം ഭഗവാനെ സാൻവിൻ്റെ ഡാൻസ് ക്ലാസ്സിലെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ദിവസം. ഞാൻ പ്ലാൻ ചെയ്ത പോലെയല്ല ഇന്നത്തെ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം മുന്നേ നല്ല പ്ലാനിങ് ആയിരുന്നു. ഇന്നത്തെ ദിവസം ഒരുപാട് നല്ല വീഡിയോസ് ഒക്കെ എടുക്കണം, എല്ലാം ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ എല്ലാം അങ്ങോട്ട് മറിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ലാലോട്ടിന് നല്ല അസല് പനി, പിന്നെ ലാലോട്ടൻ കൂടെ വന്നിട്ടില്ല. അതുമല്ല ഇന്ന് രാവിലെ സാൻവിന്റെ നോർമൽ ക്ലാസിക്കൽ ഡാൻസിന്റെ അവിടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇന്ന് ചെറിയ രീതിയിലുള്ള ഒരു ഓണാഘോഷം നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ രാവിലെ കൊണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഇവിടെ നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരു 12 മണിയോട് അടുത്തിട്ടുണ്ട്. ഇവിടെ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ടൊരു വീട്ടുകൂടലിന് പോകാനുണ്ട്. പക്ഷെ അതിന് മുമ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് സാൻവി ഫോക്ക് ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. സുന്ദരം മാഷിൻ്റെ അടുത്ത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് പാരൻസും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ പൂക്കളൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, നേരം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ട്. ഞാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ പരിപാടി തുടങ്ങി. ആദ്യം മ്യൂസിക്കൽ ചെയർ നടത്തി. അപ്പോൾ സാൻവിയൊക്കെ ഒരു 5-6 റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ഔട്ടായി. പിന്നെ സുന്ദരിക്ക് പൊട്ട് തൊടൽ, പിന്നെ ലെമൺ സ്പൂണ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. ലെമൺ സ്പൂണിനും കൂടെ സാൻവി പങ്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടെ അടുത്തൊരു വീട്ടുകൂടലുണ്ട്. അപ്പം അതിന് പോകേണ്ടത് കൊണ്ട് തന്നെ ഇവിടെ അധിക നേരം ഫുഡിനോ കാര്യത്തിനോ ഒന്നും നിൽക്കാൻ പറ്റില്ല. അതിന് സാൻവിക്ക് എന്നോട് നല്ല ദേഷ്യമാണ്. കാരണം ഈ പരിപാടിയൊക്കെ നടക്കുന്നതിനിടയിലാണല്ലോ ഞാൻ കൂട്ടി പോകുന്നത്. ലാലോടിനുണ്ടെങ്കിൽ ഇവിടെ നിർപ്പിച്ചിട്ട് ഞാനങ്ങ് പോകുമായിരുന്നു. പക്ഷേ ലാലോടിനുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്ക് പിന്നെയും ഇവിടെ വന്നിട്ട് കൂട്ടാൻ പറ്റൂല. അപ്പോൾ പിന്നെ സമ്മാനങ്ങളൊക്കെ നല്ല ഗോൾഡ് മെഡലും വെള്ളി മെഡലും ഒക്കെ എടുത്തുന്നതോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും പിള്ളേർക്കത് സന്തോഷമാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് LP കുട്ടികൾക്കാണ് കൂടുതലൊരു താല്പര്യം പരിപാടിയിൽ പങ്കെടുക്കാനൊക്കെ. ബാക്കി എല്ലാ പിള്ളേരും കുറച്ച് പിന്നോട്ടേക്ക് വലിയുന്നത് പോലെ തോന്നി. അത് പിന്നെ വയസ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് എല്ലാവർക്കും ഒരു പിന്നോക്കാണല്ലോ. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഹൈസ്കൂളിലെ കുട്ടികൾക്കൊന്നും തീരെ താല്പര്യമില്ല കേട്ടോ മ്യൂസിക്കൽ ചെയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളത് അക്ഷയാണ്. അക്ഷയ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അക്ഷയ ഭയങ്കര പാവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഈ ലെമൺ സ്പൂണോട് കൂടി ഞാൻ ഇവളെയും കൂട്ടി പോയി കേട്ടോ. കാരണം അടുത്ത പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവൾ എൻ്റെ കൂടെ വരൂല. ഓക്കാണെങ്കിൽ അതിനുള്ള വെറുപ്പ് നല്ല രീതിയിലുണ്ട്. മുഖം ഇങ്ങനെ കടന്നൽ കുത്തിയതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കതാണല്ലോ സന്തോഷം, എനിക്കിതാണല്ലോ സന്തോഷം. കാരണം എനിക്ക് വീട്ടുകൂടലിന് പോകാതിരിക്കാൻ പറ്റൂല. അതും ഈ സമയത്ത് പോകണം. പിന്നെ ഒരു സമയം ഇല്ല എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ ഞാൻ എത്തുമ്പോഴത്തേക്കും ഒരു 1-1.5 സമയമായിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇതാണ് ആ സ്ഥലം. എൻ്റെ വീട് എത്തുന്നതിന് തൊട്ട് മുന്നേയുള്ള വീടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ വടകര ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ഇടവലക്കാരാണ്. ഇടവലക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ അയൽവാസികളാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ നമ്മളുടെ വീഡിയോനെ പറ്റിയിട്ട്. ഇവരൊക്കെ ഇപ്പോഴാണ് കൂടുതലായിട്ട് നമ്മളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. സാൻവിക്കാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ മുതൽ വിശക്കുന്നു. എന്നൊരു സ്ഥലത്ത് ഇരിക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത് അവിടുത്തെ ദേഷ്യമാണ് എന്നോട് പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല ചോറും കറിയൊക്കെ കൂട്ടിയിട്ട് സദ്യ കഴിച്ചു. പിന്നെ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ടൗൺ വരെ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇതിലെടുത്തിട്ടില്ല. അതെല്ലാം ഒരു ഓട്ടമായിരുന്നു. പിന്നെ നേരെ വീട്ടിലെത്തി. വൈകുന്നേരം ഒരു റിസപ്ഷന് പോയി. ഒരു നോർമൽ റിസപ്ഷന് പോയതായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഞെട്ടിയത്. കുട്ടി എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ അവിടെ നിന്ന് അവനെ കണ്ടു. അവരിവിടെ അല്ലായിരുന്നു, ഇപ്പോൾ വീട് മാറി വന്നതാണ്. അതാണ് ഇത്ര അടുത്തായിട്ടും അറിയാതെ പോയത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക്. ഇന്നത്തെ ചെറിയൊരു വിശേഷങ്ങളാണ് കേട്ടോ ഇത്. ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഉള്ളത് പിന്നീട് അറിയിക്കാം. അപ്പോൾ ശരി, ബൈ.